ഹായ് സാർ, നമസ്കാരം. ഹായ്. നമസ്കാരം. വയനാട്ടിലുള്ള നിങ്ങളുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് നല്ലായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഒക്കെ ആയിരിക്കും അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് അവർ മാനേജ് ചെയ്ത് തന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ട്രിപ്പ് വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ എൻജോയബിൾ ആയിരുന്നു, എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു, നന്നായിട്ട് പോകുന്നു. മോസ്റ്റ് ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് ഏറ്റവും നന്നായി എൻജോയ് ചെയ്ത് ഏത് ടൂറായിരുന്നു? ഞങ്ങൾ മോസ്റ്റ്ലി എനിക്കിപ്പോൾ എൻജോയ് ചെയ്യുന്ന പറയുന്ന നമ്മളെ കോറൽ ഐലൻഡിലേക്ക് പോകുന്ന ട്രിപ്പ് ഇഷ്ടമായിരുന്നു. അതിൽ തന്നെ നമ്മളെ ആക്ടിവിറ്റീസ് പാരാസൈലിങ്ങും അതിൻ്റെ കൂടെ ഉള്ള അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇന്നത്തെ എലിഫന്റ് ഷോസ് നമ്മളെ ന്യൂചെങ് വില്ലേജിലെ ഷോസ് എല്ലാം വളരെ രസമുള്ളതായിരുന്നു. അതെല്ലാം നമ്മൾ നന്നായി എൻജോയ് ചെയ്തു, കുട്ടികളും വളരെ നന്നായി എൻജോയ് ചെയ്തത്. പിന്നെ കോർഡിനേഷൻ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ നമ്മളെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള കാര്യങ്ങൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഈച്ച് ആൻഡ് എവറി ടൈം നമുക്ക് അവർ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇങ്ങനെ അടുത്ത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ ചെയ്ത് എന്താണ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അതെല്ലാം ചെയ്ത ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഫ്ലൈറ്റിലുള്ള യാത്ര ഫാമിലിയും കുട്ടികളും എല്ലായിട്ടുള്ള യാത്ര സേഫാണ്, വളരെ സേഫായിരുന്നു. നമ്മളിപ്പം ഞാനും വൈഫും 2 കുട്ടികളും ഉണ്ട്. ഇവർ ഈ കുട്ടികളെ കൊണ്ട് പോകാന്നുള്ള ഒരു ഡിഫിക്കൽറ്റി ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നമുക്കൊരു പ്രോസസ്സാണ്. നമ്മൾ ആലോചിക്കും, നമ്മൾ എത്ര ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ എല്ലാം ചെയ്യണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് വളരെ ഈസി ആയിരുന്നു, നമുക്ക് മാനേജബിൾ ആയിരുന്നു, നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഫുള്ള് ടേക്ക് കെയർ ചെയ്യാൻ പറ്റി. ബാക്കി ഫ്ലൈവേഡ് മൊത്തം കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. സോ നമുക്കത് വളരെ ഈസി ആയിരുന്നു. നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റ് ആൻഡ് ഗൈഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. യെസ്, അതും എനിക്ക് ഒരു തുടക്കത്തിൽ എനിക്ക് ഇങ്ങനെയായിരിക്കും ഹോട്ടൽ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ വളരെയായിട്ട് മെയിനായിട്ട് ടേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് താമസം. അത് വളരെ നന്നായിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് കുട്ടികൾക്കും ഫാമിലിക്കും അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് നല്ല ഹോട്ടലാണ് തന്നത്. നല്ല റൂംസ്, നല്ല ക്ലീൻ റൂംസ്, അതുപോലെ തന്നെ സപ്പോർട്ട്. ഈവൻ നമുക്ക് കിട്ടുന്ന ഭക്ഷണം പോലും നമുക്ക് മാക്സിമം നമുക്ക് കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്ത്യൻ ഫുഡാണ് മാക്സിമം അവർ തരുന്നത് പോക്കറ്റ് സെറ്റപ്പ്. അപ്പോൾ നമുക്ക് അവർക്കത് നല്ല രീതിയിൽ അത് ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് അത് മിക്സ് ആവുന്നില്ല, കറക്റ്റ് ടൈമിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ് ആണ്. ഷുവർ നല്ല ആരും ഇപ്പോൾ ഈ ട്രിപ്പ് വരുന്ന മുമ്പ് തന്നെ എൻ്റെ 1-2 പേര് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര അഫോർഡബിൾ ആയിട്ട് ഈ ഒരു പ്ലാൻ കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, അവർ പറഞ്ഞത് വെച്ചിട്ട് നമുക്കത് വിശ്വസനീയമായിരുന്നു, അങ്ങനെയാണ് ഇത് എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം, അത് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും എടുക്കണമെന്ന് പറയാം. അങ്ങനെ 1-2 ടീംസ് ഓൾറെഡി എൻ്റെ പറയുന്നുണ്ടാക്കി ഇങ്ങനെയാണ് ഇത് പോകാൻ പറ്റുന്നത്. അപ്പോൾ അവർ ഞാൻ നന്നായി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് ഓസമാണ് പറയാം. നമുക്ക് നല്ല എക്സ്പീരിയൻസ്, നമ്മൾ ഇതുവരെ കാണാൻ പറ്റും വിചാരിക്കാത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റി. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയ നമ്മൾ ഒരിക്കലും ഇത്ര നീറ്റായിട്ട് ഇൻ്ററാക്ഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷെ അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് തന്നു. താങ്ക് യു.